മഴക്കാലം തുടങ്ങിയതിന് ശേഷം നമ്മുടെ പ്രകൃതിനെ കാണാൻ നല്ല ഭംഗിയാണല്ലേ. മഴ അങ്ങോട്ട് കൂട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭംഗിയൊക്കെ അങ്ങോട്ട് മാറും എന്നുള്ളത് അറിയാം. എന്നാലും ശരി, രാവിലെ ഇന്ന് കുറച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് തുടങ്ങാം ഇന്നത്തെ നമ്മുടെ ഡ്യൂട്ടി എന്ന് കരുതിയിട്ടാ. അങ്ങനെ ദേ ഇന്ന് രാവിലെ തന്നെ നമ്മൾ ചിയാ സീഡ്സിൻ്റെ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ദേ എനിക്കിന്ന് സുനിച്ചേട്ടനുണ്ട് കൂടെ, അതുകൊണ്ട് തന്നെ ചേട്ടനെയും കൊടുക്കുന്നുണ്ട് കേട്ടോ. ചേട്ടനും ഞാനും ഇത് കുറച്ച് നാളായിട്ട് കുടിച്ചിരുന്നതാണ്. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പകുതിക്ക് വെച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ ബാക്കി നമ്മുടെ അടുക്കളയിലെ പരിപാടികളൊക്കെ ഞാൻ തലേ ദിവസം തന്നെ ഒരുവിധം പരിപാടികളെല്ലാം റെഡിയാക്കിയിട്ടുണ്ടായി. ചേട്ടനാണെങ്കിൽ എനിക്ക് കൂട്ടായിട്ട് പാട്ട് വെച്ചിട്ടുണ്ട്. അച്ഛനും മോനും കൂടി അവിടെ എഴുന്നേൽക്കാനായിട്ട് തയ്യാറെടുക്കുന്നുണ്ട്, എന്നെ സഹായിക്കാനായിട്ട്. ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് രണ്ടും കൂടി അവിടെ തകൃതിയായിട്ട് ഇടിയുണ്ട്. പിന്നെ ദേ ദോശമാവ് ഇരിപ്പുണ്ട്, ഇന്നലെ വെച്ച മീൻകറി ഉണ്ട്, പിന്നെ നമ്മുടെ മഷ്റൂം കറി ഉണ്ട്, മീനും പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പാട്ടൊക്കെ വെച്ച് നല്ല എൻജോയ് ചെയ്താണ് ഇന്നത്തെ കുക്കിങ്ങിന്. ഇന്ന് ദോശക്ക് സാമ്പാർ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ സുനിച്ചേട്ടൻ പറഞ്ഞു എന്നാൽ ഇഡ്ഡലി ആക്കാം, നമുക്ക് കഴിഞ്ഞ ദിവസം ദോശ തന്നെ ആയിരുന്നില്ലേ, എന്നാൽ പിന്നെ ഇഡ്ഡലി ആക്കാമെന്ന് പറഞ്ഞിട്ട് ഇഡ്ഡലി ആക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ദേ ചിയാ സീഡ്സിൻ്റെ വെള്ളം, എനിക്ക് ചായ തിളപ്പിച്ച് കൊടുക്കാനായിട്ട് മടിയായിട്ട് ചിയാ സീഡ്സിൻ്റെ വെള്ളം ആക്കിയിട്ടുണ്ടെന്ന് പറയണേട്ടോ അത് ചേട്ടൻ. ചായ കുടിക്കാനാണ് ഇഷ്ടം. പിന്നെ ചേട്ടൻ്റെ മരുന്നിന് ചായ അങ്ങനെ എന്നും കുടിക്കാൻ പാടില്ല. അപ്പം ഞാൻ ഓർത്ത് ഇതാവുമ്പോൾ ചിയാ സീഡ്സും ചെറുനാരങ്ങ നീരും ഒക്കെ ആകുമ്പോൾ അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണല്ലോ. കുറച്ച് നാൾ കുടിച്ചിട്ട് നല്ലതായിരുന്നു കേട്ടോ. ഞാൻ ആ ജിമ്മിൽ പോയിരുന്ന സമയത്തൊക്കെ കുടിച്ചിരുന്നപ്പോൾ നല്ലതായിരുന്നു. അങ്ങനെ ദേ ചേട്ടൻ്റെ കലാപരിപാടികളൊക്കെ തുടങ്ങുന്നുണ്ട്. ചേട്ടൻ്റെ അടുക്കളയിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു സാമ്പാറും അവിയലും വെപ്പിക്കാതെ ഞാൻ ആഴ്ചയിലൊരു ദിവസം എന്തായാലും അത് ഞാൻ ചെയ്യിക്കോട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേട്ടൻ്റെ സാമ്പാറും അവിയലിപ്പോൾ കുറച്ചായി വെച്ചിട്ട്. അവിയൽ വയ്ക്കുമ്പോൾ ഇനി വീഡിയോ എടുക്കാട്ടെ. നമ്മുടെ വീഡിയോയിൽ കമൻറ്റ് ഉണ്ടായിരുന്നു, തക്കു അവിയൽ വെക്കുമ്പോൾ ഇനി വീഡിയോ കാണിച്ചു തന്നോന്ന്. നമ്മുടെ മുന്നത്തെ വീഡിയോസിലൊക്കെ ഉണ്ട് ചേട്ടൻ്റെ അവിയൽ. അങ്ങനെ ദേ നമ്മൾ സ്റ്റാൻഡൊക്കെ സെറ്റ് ചെയ്ത് തന്നെ കേട്ടോ. സുധപ്പൻ എഴുന്നേറ്റ് വന്നപ്പോഴേക്കും ഇവിടെ തകൃതിയായിട്ട് ചെറിയ സ്റ്റാൻഡിൽ വീഡിയോ എടുക്കണുണ്ടപ്പോഴേക്കും ആൾ വലിയ സ്റ്റാൻഡിൽ വെച്ച് തരാം, ഇങ്ങോട്ട് തിരിച്ച് വെച്ചാൽ വെട്ടം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധാപൂർവ്വം ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഞങ്ങളെ പഠിപ്പിച്ച് തരുന്നുണ്ട് കേട്ടോ. ചേട്ടനാണെങ്കിൽ എല്ലാ സാധനങ്ങളും എല്ലാം അരിഞ്ഞെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രമേ പാചകം തുടങ്ങുള്ളൂ കേട്ടോ. നമ്മുടെ പോലെ അടുപ്പത്തോട്ട് വെച്ചിട്ട് വേഗം തന്നെ അരിഞ്ഞ് അങ്ങനെ ഇടാനൊന്നും നിൽക്കില്ല. അങ്ങനെ ദേ ആളവിടെ നല്ല പരിപാടി ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കൂടി ഞാൻ എൻ്റെ ഇഡ്ഡലീനെ ഇങ്ങനെ ചാരി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇഡ്ഡലി വെള്ളം ഇങ്ങനെ അതിൻ്റെ ആ ഒരു ഈർപ്പം പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ കുത്തിയെടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ ആ ഇഡ്ഡലിത്തട്ടൊന്ന് നമുക്ക് പൈപ്പിൻ്റെ അടിയിലോട്ട് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സിന്ധുവും അങ്ങനെയാണ് ചെയ്യുന്നത്, പൈപ്പിൻ്റെ അടിയിലോട്ടൊന്ന് ജസ്റ്റ് കാണിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇഡ്ഡലി പോരും കേട്ടോ. എൻ്റെ സ്റ്റീലിൻ്റെ ഇഡ്ഡലി പാത്രം ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇഡ്ഡലി നല്ല ഭംഗിയായിട്ടൊന്നും ഇങ്ങോട്ട് പറഞ്ഞു പോരാറില്ല. നമ്മൾ മൂവാറ്റുപുഴയിലായിരുന്നപ്പോൾ ഉള്ള എൻ്റെ ഇഡ്ഡലി പാത്രം കേട്ടോ. ഇഡ്ഡലി പാത്രം ഒന്ന് മാറ്റണം, പക്ഷെ അതിന് പ്രത്യേകിച്ച് കംപ്ലൈൻ്റ് ഒന്നും ഇല്ലെന്ന്. ഇങ്ങനെ ഇഡ്ഡലി പോരാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒഴിച്ച് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ മാറ്റാതിരുന്നത്. പക്ഷെ ഇന്ന് എന്നെ അന്തിച്ച് കളഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ ദേ ഇഡ്ഡലി അടിപൊളിയായിട്ട് പോകുന്നു. വീഡിയോ എടുക്കണ കാര്യം ഇഡ്ഡലി പാത്രം അറിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ദേ സുനിച്ചേട്ടൻ വീഡിയോ എടുക്കണ തിരക്കിൽ പാത്രം മാറി ചായപാത്രത്തിലായി പോയിട്ടുണ്ട്, കഷ്ണങ്ങൾ വേവിക്കാൻ വെച്ചത്. അപ്പം ഞാൻ പറഞ്ഞു സാരില്ല എടി പാത്രം മാറിപ്പോയല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാരില്ല, എന്തായാലും വേവിച്ച് കഴിഞ്ഞില്ലേ. അങ്ങനെ പുറത്താണെങ്കിൽ ചെറിയ രീതിയിൽ മഴയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ദേ വേഗം തന്നെ അതൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇന്ന് സ്പെഷ്യൽ രീതിയിലാണ്. മൂവാറ്റുപുഴയിൽ പല ടൈപ്പിൽ സാമ്പാർ വയ്ക്കാറുണ്ട് അത്രേ. അങ്ങനെ ദേ മൂവാറ്റുപുഴ സാമ്പാറാണ് ഇന്ന് വെക്കണത്. പൊടികളൊന്നും മൂപ്പിക്കാതെ എല്ലാം കലക്കിക്കൊണ്ടാണ് വെക്കാൻ പോണേന്നൊക്കെ പറഞ്ഞിട്ട് ഇതേ ചെയ്യുന്നുണ്ട്. പരിപ്പ് ഞാൻ അപ്പോഴേക്കും സൈഡിൽ കൂടി വേവിച്ച് കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ എൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഹെൽപ്പിങ് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഹെൽപ്പൊക്കെ ചെയ്ത് നിൽക്കുമ്പോഴേക്കും സുധപ്പൻ്റെ ബുക്കും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് സ്നേഹപ്രകടനത്തിന് വേണ്ടി വന്നിട്ടുണ്ട്. ഷർട്ട് ഇടാത്തതുകൊണ്ടാണ് അവൻ എൻ്റെ പുറകെ തന്നെ നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ സുനിച്ചേട്ടൻ ഇവിടെ തകൃതിയായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയണത്. ചേട്ടൻ പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനും സുധുവും കൂടി ഇങ്ങനെ സ്നേഹപ്രകടനമൊക്കെ കഴിച്ചപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ചേട്ടായി എന്ന് പറഞ്ഞിട്ട് ചേട്ടനാണ് ഒന്ന് പോകാൻ പറയണ്ടോ അടുക്കളയിൽ എന്നൊക്കെയാണ് പറയണത്. ഞങ്ങൾ അടുക്കളയിൽ നിന്ന് ഇറക്കി വിടും. സുധപ്പനെ എനിക്ക് ഫുൾ ബോഡി കാണിക്കാൻ പറ്റൂല. അപ്പൊ നമ്മുടെ കണ്ടില്ലടാ രാവിലെയൊക്കെ എഴുന്നേറ്റ് സുന്ദരം കുട്ടപ്പനായിട്ട് നിക്കണത്. അപ്പൊ ചേട്ടനെ സാമ്പാറിലേക്കോ ഞങ്ങളെന്തായാലും കുറച്ച് കൊച്ചു വർത്താനൊക്കെ പറയാന്ന് കരുതി. അങ്ങനത്തെ ഇന്നും മഴയായിട്ട് ചേട്ടനുള്ള ദിവസം ഭയങ്കര റെസ്റ്റാണ് എനിക്ക്. അവിടെ ഇവിടെയൊക്കെ ഒന്ന് തട്ടിത്തടഞ്ഞൊക്കെ നിന്നാ മതിയല്ല, ചേട്ടൻ ബാക്കിയെല്ലാം സെറ്റാക്കി തന്നോളും. പക്ഷെ കഴിഞ്ഞ് ഇന്ന് വൈകുന്നേരം പോവും. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ. 2 ദിവസം തട്ടിക്കൂട്ടായിരിക്കുള്ളൂ. അപ്പൊ എന്തായാലും ചേട്ടൻ ചെയ്തോ, നമുക്ക് ബാക്കി വീഡിയോ കാണാം.
അങ്ങനെ പരസ്പരം അങ്ങാടും ഇങ്ങാടും കുറച്ച് സമയം ട്രോളി കഴിഞ്ഞപ്പോഴേക്കും വേഗം തന്നെ ചേട്ടൻ്റെ പരിപാടിയിലോട്ട് കിടന്നു. ഞാനാണെങ്കിൽ അപ്പോഴേക്കും മീൻകറി ഒന്നൊക്കെ ചൂടാക്കിയൊക്കെ വെച്ചേക്കാന്ന് കരുതിയിട്ടാ. പിന്നെ അടുക്കളയിൽ നിന്ന് ഞാൻ അങ്ങാടും ഇങ്ങോട്ടും മാറാറില്ല കേട്ടോ, അവിടെ തന്നെ നിൽക്കണതാണ് ചേട്ടന് ഇഷ്ടം. അതല്ലെങ്കിൽ എന്നെ 100 വിളി വിളിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഇങ്ങോട്ട് നീങ്ങിയിട്ടുണ്ടെങ്കിൽ ഗീതു അതെവിടെ ഇതെവിടെ എന്നൊക്കെ ചോദിച്ചിട്ട് വിളിക്കണ കാരണം ഞാൻ അവിടെ തന്നെ നിൽക്കോട്ടെ. ചേട്ടൻ അവിടെ നിന്ന് ഒന്നും ചെയ്തില്ലെങ്കിൽ അവിടെ തന്നെ നിന്നാൽ മതി. അങ്ങനെ ദേ നമ്മുടെ സാമ്പാറൊക്കെ വേറെ പാത്രത്തിലേക്ക് ആക്കി അതൊക്കെ താളിച്ചൊക്കെ ഇട്ട് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എനിക്ക് പുറത്തും കുറച്ച് പണികളുണ്ടല്ലോ. അപ്പം മഴ ഒന്ന് തോർന്നപ്പോഴേക്കും ഞാൻ ഓർത്തെന്ന വേഗം മുറ്റമൊക്കെ ഒന്ന് തൂത്തിടാന്ന് കരുതിക്കൊണ്ട്, മഴ എന്നാലും ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ വേഗം മുറ്റവും എറാനും ഒക്കെ തുടച്ച് ആ ഗ്യാപ്പിൽ വന്നപ്പോഴേക്കും എന്തോ ഒരു വീഡിയോ കണ്ടിട്ട് നമ്മുടെ തക്കാളിയും സംഭവങ്ങളൊക്കെ കൂട്ടിയിട്ട് ഒരു രസം ഉണ്ടാക്കാനായിട്ട് പേസ്റ്റൊക്കെ ആക്കി വെക്കുന്നുണ്ട്. അപ്പോഴേക്കും എന്നോട് വേഗം വാങ്ങിയതു. അപ്പോൾ ഞാനോർത്ത് എന്താണ് സംഭവം എന്ന് വിചാരിച്ച് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അതേ ഞാൻ രസം വെക്കണ വീഡിയോ എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ എടുക്കാനായിട്ട് അങ്ങനെ അതേ വീഡിയോയിലേക്ക് വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും വന്നാൽ പിന്നെ മുഴുവനായിട്ട് സജീവമായിട്ട് ഉണ്ടാവും കേട്ടോ. അങ്ങനെ അതേ നല്ല അടിപൊളി രസം വരുന്നിട്ട് പറയാൻ വയ്യ. അങ്ങനെ ഞാൻ സുധപ്പൻ്റെ ലഞ്ച് ബോക്സും പാക്ക് ചെയ്തിട്ടാണ് നമ്മുടെ മഷ്റൂം കറി ഒരു മീൻ പൊരിച്ചതും ഒക്കെ വെച്ചിട്ട് സാമ്പാർ വേണ്ടാന്ന് പറഞ്ഞു. സാമ്പാർ ആൾക്ക് ഇവിടെ കഴിക്കാനാണ് ഇഷ്ടം. പിന്നെ അമ്പഴങ്ങച്ചാർ ഇപ്പം നിർബന്ധമാണ്. സ്കൂൾ തുറന്നിട്ട് ഇതുവരെ അമ്പഴങ്ങച്ചാർ മിസ്സാക്കിയിട്ടില്ല. ഒരു ടിന്ന് കഴിഞ്ഞിട്ടാണ്. ഇനിയിപ്പോൾ അടുത്ത ടിന്ന് എടുക്കണം. അടുത്ത ടിന്ന് ഈ ആഴ്ച കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടക്കര പോയിട്ട് അടുത്ത ടിന്ന് നിറച്ച് കൊണ്ടുവരേണ്ടി വരും. അപ്പോഴേക്കും അവിടുത്തെ തീർന്നെന്നാവും. അങ്ങനെ ദേ നമ്മൾ ന്യൂസൊക്കെ വെച്ചിട്ടുണ്ട്. ന്യൂസൊക്കെ വെച്ച് സുധപ്പൻ ദേ ഇങ്ങനെ കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. സുധ കഴിക്കുമ്പോൾ തന്നെ മാക്സിമം ഞങ്ങൾ ഒരുമിച്ച് തന്നെ ഇരുന്ന് കഴിക്കാൻ നോക്കും. ചില ദിവസങ്ങളിൽ മാത്രമാണ് അങ്ങനെ ഒറ്റയ്ക്ക് അവന് കഴിക്കാനായിട്ട്. ചിലപ്പോൾ അവന് നേരത്തെ പോണ ദിവസം നമ്മുടെ അടുക്കളയിലൊന്നും സെറ്റായിട്ടില്ലെങ്കിൽ മാത്രം അങ്ങനെ അനുസരിച്ച്. സാമ്പാറാണെങ്കിൽ നമ്മുടെ പാത്രത്തിൽ സാമ്പാർ എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കഷ്ണങ്ങൾ ഉണ്ടാവുമല്ലോ. അങ്ങനെ കഷ്ണങ്ങളൊക്കെ കൂട്ടി സാമ്പാറൊക്കെ കഴിച്ച് നല്ലൊരു പിടുത്തമൊക്കെ ഞങ്ങൾ 3 പേരും കൂടി പിടിച്ച് അതിന് ശേഷം ദേ സുധപ്പനെ നമ്മൾ നോക്കി നിൽക്കുകയാണ് പോകാനായിട്ട്. ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ കുറച്ച് ആക്ഷൻസ് ഒക്കെ കൂടും. അപ്പോൾ ഞാൻ പറഞ്ഞു പോകാമോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ദേ സുധപ്പന് ടാറ്റ ബൈ ബൈ പറഞ്ഞതിന് ശേഷം ഞാൻ വേഗം തന്നെ സുനിച്ചേട്ടൻ്റെ ആയുർവേദ മരുന്നുകളൊക്കെ സെറ്റ് ചെയ്യാൻ പോയി. അപ്പോഴേക്കും ഞാൻ വേഗം തന്നെ വീടും വരെയൊക്കെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് തുടച്ചൊക്കെ ഇട്ടതിന് ശേഷം തന്നെ ഞാൻ വേഗം പോയി ഒന്ന് കുളിച്ചിട്ടുണ്ട്. ഇനി വേണമെന്ന് കടയിൽ പോകാനുണ്ട്, കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് പറയണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ ടാറ്റ.